യേശു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരയിലും ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടന്നേശുനായകൻ. ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടന്നേശുനായകൻ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യേശു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. ആദി എന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. യേശു എൻ്റെ ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം ഇങ്ങനെ പറയും: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വലിയൊരു വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. താൻ ശിഷ്യന്മാരോട് കൂടെ യാത്ര ചെയ്തു, അവരോടൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ്: ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൂന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും എന്ന് ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എങ്ങനെയാണ് യേശുവിനെ വെളിപ്പെടുത്തുക? യേശു കർത്താവ് മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പല ആവർത്തി പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ദൃഷ്ടാന്തങ്ങളെ കൊടുത്ത് അവരോട് സംസാരിച്ച് അവരെ ഓർപ്പിച്ച് അവരെ ധൈര്യപ്പെടുത്തി പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. പക്ഷെ അതിനു മുമ്പ് കർത്താവ് അവർക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. അതാണ് 15-ാമത്തെ വാക്യം മുതൽ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം. ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ മുങ്ങുമ്പോൾ യേശുവിനെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തരുന്നത്. ഇവിടെ പറയുകയാണ് 15-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നുള്ളത് പഴയ നിയമത്തിൽ റൂഹ എന്ന് കാണുന്നു. റൂഹാഖ് എന്നാണ് അതിൻ്റെ എബ്രായ ഭാഷ. അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ, റൂഹാഖ് എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ തേജസ്സെന്നും ദൈവത്തിൻ്റെ
ജീവനെന്നും ദൈവത്തിൻ്റെ ആത്മാവെന്നും ഒക്കെ അതിനെ വിശകലനം ചെയ്യുന്നു. കാറ്റായി. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ ദൈവം, ആ കാര്യസ്ഥന്, പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം സൃഷ്ടിപ്പ് മുതലേ ഉണ്ടായിരുന്ന തത്വത്തിൽ മൂന്നാമനായ ദൈവം, പിതാവിനോടും പുത്രനോടും സമനായി തീർന്ന ദൈവം. ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ദൈവം നിത്യനാണ്, മരണമില്ല. അതുകൊണ്ടാണ് മനുഷ്യർക്കാർക്കും ദൈവമാകാൻ പറ്റില്ല. ഭൂമിയിൽ ആരെയും നമ്മൾ ആരാധിക്കരുത്, മനുഷ്യരെ ആരെയും ആരാധിക്കരുത്, ആൾ ദൈവങ്ങളെ ആരാധിക്കരുത്. കാര്യം മനുഷ്യർക്ക് ദൈവമാകാൻ പറ്റില്ല. കാര്യം നിത്യമായി ജീവിച്ചിരിക്കുന്ന ആളാണ് ദൈവം, നിത്യനാണ്, ആദിയും അന്തവുമില്ലാത്തതാണ് ദൈവം. ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ പരിശുദ്ധാത്മാവായ ദൈവവും പിതാവിനോടും പുത്രനോടും സമനായിരുന്ന ദൈവം, യേശു കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്യാണ്, ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. വലിയൊരു ഉറപ്പും ധൈര്യവും തരികയാണ്. ഇതിനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തനിയെയല്ല. യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ തന്നെ നാം തനിച്ചല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു വ്യക്തിയാണോ, നിങ്ങളൊരു ദൈവ മകനായി മകളായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു പദവിയിലേക്ക് മാറിക്കഴിഞ്ഞു. തിരുവചനം പറയുന്നു, ആ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. നിങ്ങൾ ഇന്നൊരു സാധാരണ വ്യക്തിയല്ല. നിങ്ങൾ വിഷയങ്ങളെ കണ്ട് ഭയന്നിരിക്കേണ്ട ആളല്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. അപ്പൊ നമുക്ക് തനിച്ച് ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ പിരിഞ്ഞ് എനിക്കോ നിങ്ങൾക്കോ ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയത്തേയില്ല. അപ്പൊ യേശു കർത്താവ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ യേശു കർത്താവ് തരുന്ന വലിയൊരു ഉറപ്പാണ്. ശിഷ്യന്മാർക്കും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു ഉറപ്പാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. അനാഥരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരുമില്ലാത്തവരാണ്. നിങ്ങൾ അനാഥ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മാതാപിതാക്കൾ കാണത്തില്ല, ചോദിക്കാനും പറയാൻ ആരില്ല, അങ്ങനെയുള്ളവർ. അത് അനാഥരെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ചോദിക്കാനും പറയാനും ആളുണ്ടെന്നാ അർത്ഥം. അപ്പനും അമ്മയുള്ള കുഞ്ഞിനെയൊക്കെ നമ്മൾ വഴിയെ പോകുമ്പോൾ ആരിലൊന്ന് ഉപദ്രവിച്ച് നോക്കി, പോട്ടെന്ന് വെക്കൂ. ആ കുഞ്ഞ് വീട്ടിലോട്ട് ചെല്ലും, നേരെ അപ്പനോടും അമ്മയോടും പറയും. അപ്പനും അമ്മയും ആ കുഞ്ഞു പോയ ചെന്ന സ്പീഡിൽ കൂടുതൽ ഈ പറഞ്ഞ ആളുടെ അടുത്തേക്ക് ഇങ്ങ് വരും. എൻ്റെ കുഞ്ഞിനെ നീ അങ്ങനെ പറഞ്ഞോടാന്ന് ചോദിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയോ നിങ്ങളെയോ യേശുവിനെ രക്ഷകനും കർത്താവുമായ അംഗീകരിച്ച എന്നെയോ നിങ്ങളെയോ വന്ന് ചൊറിയാനോ തടയാനോ പിശാചിന് ഇനി അനുവാദമില്ല. നമ്മെ അനാഥരായിട്ടല്ല വിട്ടേക്കുന്നേ, എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കുക. അതാ കർത്താവ് പറഞ്ഞ, ഞാൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. ചിലപ്പം ദൈവശബ്ദം കേൾക്കാതെ ചിലപ്പോൾ ഇച്ചിരി മാറിയൊക്കെ നടന്നു പോയെന്ന്. പക്ഷെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇമ്പമായ ശബ്ദമാണ് ദൈവവചനത്തിലൂടെ ഞാനും നിങ്ങളും ശ്രവിക്കുന്നത്. കർത്താവാണ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ഈ ബൈബിൾ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വിവിധ കാലഘട്ടങ്ങളിലിരുന്ന് അനേക വ്യക്തികളിലൂടെ എഴുതപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനത്തിന് ജീവനുള്ളതായി മാറും. കാര്യം എഴുതപ്പെട്ട വ്യക്തി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേറെ എങ്ങുമല്ല, നിങ്ങളുടെ അരികിൽ, നിങ്ങളുടെ സമീപത്ത്, നിങ്ങളുടെ ഉള്ളിൽ. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവവചനം പറയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചു, ഇനി നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം നിങ്ങൾ അറിയണം. ഞാനും നിങ്ങളും അറിയേണ്ട വലിയ സത്യത. ദൈവം നമ്മുടെ അകത്ത് വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ അകത്ത് വസിക്കുകയാണ്. നമ്മൾ അനാഥരല്ല. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്ക വരും. കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണത്തില്ല. ലോകക്കാർ കാണാൻ ഇത് പിടികിട്ടത്തില്ല. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ നിങ്ങളോ എന്നെ കാണും. ഇതെങ്ങനെയാ?
പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ, തിരുവചന സത്യത്തിലൂടെ നമുക്ക് യേശുവിൻ്റെ മുഖം ഇന്നും കാണാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ചുമ്മാതെ വെളിപ്പെടത്തില്ല. പരിശുദ്ധാത്മാവുമായ കൂട്ടായ്മയിലൂടെ ദൈവവചനം നമുക്ക് വെളിപ്പെട്ടു വരും, ദൈവപുത്രൻ നമുക്ക് വെളിപ്പെട്ടു വരും. ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ആദ്യം എന്താ ആ വ്യക്തിക്ക് സംഭവിക്കുന്നത്? അത് യേശുവിനെ വിശ്വസിക്കാൻ തുടങ്ങും, യേശുവിനെ മാത്രം ആരാധിക്കാൻ തുടങ്ങും, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. മറ്റൊരാളിലും ആശ്രയം വെക്കത്തില്ല, യേശു മാത്രം കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കും. യേശു പിന്നെയും പറയാണ്, എൻ്റെ വചനം പ്രമാണിക്കുക, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവരോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ വചനം പ്രമാണിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ വചനം കേൾക്കുന്നു, ഇത് എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയാണ്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവിനെ എല്ലാം ഓർമ്മപ്പെടുത്തി. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ അനാഥരല്ല, പരിശുദ്ധാത്മാവിനെ കൂടെ തന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ ആ വലിയ വാഗ്ദത്തത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകൾ എഴുതി ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്നുള്ളൊരു ഉറപ്പ് നിന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ആരുമില്ലാതെ, ആശ്രയമില്ലാതെ, സഹായമില്ലാതെ, ഭയത്തിൽ, ഭാരത്തിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ, സാമ്പത്തിക പ്രതികൂലത്തിൻ്റെ മധ്യത്തിരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ ദിവ്യശബ്ദം കേൾക്കാൻ ഇടയാകട്ടെ. ഞാൻ നിന്നെ അനാഥരായി വിടത്തില്ല. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ പൊന്നു നാമത്തിൽ പിതാവേ, ആമേൻ. യേശു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യേശു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ.